ഇത്താ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെട്ടി തന്നിട്ട് അത് വെച്ചിട്ട് ഞാനൊരു നൈറ്റി കട്ട് ചെയ്ത് പക്ഷേ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും അത്യാവശ്യമൊക്കെ ഞാനൊരു സംഭവം തുടങ്ങിയതല്ലെന്ന് വെച്ചിട്ട് സപ്പോർട്ടിന് എൻ്റെ ഫാമിലീസും ഫ്രണ്ട്സിൽ പെട്ടവരൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ തയ്ച്ചിട്ടും നൈറ്റി ഇങ്ങനെ അതിൻ്റെ കഴുത്ത് ബാക്കിലോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോവുക. അതുപോലെ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരുമാതിരി കുത്തി ചുളിഞ്ഞ് നിൽക്കുക. കൈക്കൊരു തിരിച്ചിൽ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വീഡിയോ ഇട്ട് അങ്ങനെ ഞാൻ വെട്ടുന്ന ടൈമിൽ വീഡിയോ കോൾ ചെയ്ത് കൊടുത്ത്. അതുപോലെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തു. ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. കടലുണ്ടിന്ന് വിളിച്ച കൈറുന്നീസൻ്റെ പരാതി പറച്ചിലാണ് ഇട്ടത്. ഇതിപ്പോൾ ഞാൻ താങ്ക്സ് കേൾക്കണേക്കാളൊക്കെ അധികം ഈ പരാതിയും പായേരുമാണ് കേൾക്കുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, അൽഹംദുലില്ലാ കുറേ പേര് റാഹത്തായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു മഞ്ജു ചേച്ചിയുണ്ട് ചങ്ങനാശ്ശേരിക്കാരി. പുള്ളിക്കാരത്തിക്കും ഞാനിതുപോലെ XXL സാദാ സൈസിലും പിന്നെ ഫ്രീ സൈസിലെല്ലാം കട്ട് ചെയ്തിട്ട് 4 നൈറ്റി വേറെ വേറെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തയച്ചിരുന്നു. ഞാനതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ഇട്ടോളാം എന്നൊക്കെ പറയുന്നത് അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനെന്നാലും കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ മൂപ്പിൽസ് എന്നിട്ടും കംപ്ലൈൻ്റ് ആണ്. ഷേപ്പിൻ്റെ ഭാഗത്ത് കുത്തിച്ചുളിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തിരുവല്ലേന്ന് വിളിച്ച ഒരു ലളിത ചേച്ചി, ആ ചേച്ചി പറയുന്നുണ്ട് ചേച്ചിൻ്റെ അടിഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് കയറി നിൽക്കുകയാണ്. അതിങ്ങനെ ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും എത്ര ഒരുപോലെ വെച്ചടിച്ചിട്ടും ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുമാണ് നിൽക്കേണ്ടത്. കൈ ഇങ്ങനെ ബാക്കിലോട്ടും മുന്നിലോട്ടും ഒരു വലിവ് പോലെ ഒരു പിരിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഞാൻ ഇട്ട വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടൊന്നും അവർക്കാർക്കും ഒരു സംതൃപ്തി ആവണില്ല. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കൂടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരും വീഡിയോ കാണുക. ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ആരെങ്കിലൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരുണ്ടെങ്കിൽ ഓൽക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇനിയിപ്പോൾ നമ്മൾ ടോട്ടൽ ഫ്രീ ആണ്. ഇനി 320 ബിറ്റും റയോണിൻ്റെ മെറ്റീരിയലും അതുപോലെ 290 മെറ്റീരിയലും കൊണ്ടുവന്നത് കുറച്ച് ഇവിടെ ഉണ്ട്. അത്യാവശ്യമുള്ളവർ പറയാം. അപ്പോൾ നമ്മൾ സാധാരണ മടക്കുന്ന പോലെ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു തുണി. ഇതൊരു കസ്റ്റമറുടെ ആണ്. ഒരു ഫ്രീ സൈസ് ആക്കിയിട്ട് അടിക്കാൻ പറഞ്ഞിട്ടുള്ള ബിറ്റാണ്. അപ്പോൾ അതാ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട് 2 ഭാഗവും. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് എളുപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യാറുള്ളത്. ഇതാ അപ്പോൾ ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇങ്ങനെ ബാക്കിലോട്ട് കയറി പോകണതിനുള്ള ഒന്നാമത്തെ സൊല്യൂഷനാണിത്. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. 3 ഇഞ്ചാണ് നമുക്ക് ഒരു ഏകദേശം ഒരു XL ഉള്ള ആളുകൾക്കുള്ള കഴുത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് 2.5 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കേട്ടെടുത്തോളം ഇപ്പോൾ ഈ കൈറുന്നീസ പറയേണ്ടത് എന്താ വെച്ചാൽ 3 ഇഞ്ചില്ല, അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 3.5 എടുക്കേണ്ടത്, കഴുത്ത് കുറഞ്ഞാൽ ഇടുങ്ങൂലെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു പൊട്ടത്തരം ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളെന്ത് ചെയ്യണം, 2.5 എടുക്കണം. ഇനിയൊരു 5 നമ്മൾ അതിൻ്റെ കാരണം ഇത് ഉള്ളോട്ട് ഷേപ്പിൻ്റെ അവിടെ നമ്മൾ കൂട്ടി അടിക്കേണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് പോയാൽ അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കഴുത്തിൻ്റെ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ 2.5 എടുക്കുക. ഒരു അത്യാവശ്യം ഒരു XL, ഇനി XXL ആണെങ്കിൽ 3.5 വേണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, 3 എടുക്കുക. എന്നാലും തയ്യൽ തുമ്പ് വരുമ്പോൾ അങ്ങനെയാവും. അതുപോലെ ഷോൾഡർ എന്ത് ചെയ്ത് ഒരുപാട് ഓവറാക്കി നമ്മൾ അടിക്കുമ്പോൾ പിന്നെ ഇല്ലേന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ എടുക്കരുത്. 6.5 കൈറുന്നീസ ഷോൾഡർ എടുക്കുക എന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചി അങ്ങനെ തന്നെയാണ്, 7 എടുക്കും തയ്യൽ തുമ്പ് പോയി. അപ്പോൾ എന്ത് ചെയ്യും, കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. 5.5 അതുപോലെ 9 എടുക്കണം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. അടിഭാഗത്തേക്ക് 9 എടുക്കണം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊരു 3/4 ഇഞ്ച് ചെരിച്ച് വെട്ടണം. അപ്പോൾ നമുക്ക് കയ്യിന് ടൈറ്റ് ആവരുത്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഷേപ്പ് ഒരു XL എടുക്കുമ്പോൾ ഒരു 13 എടുക്കേണ്ടത്. ഒരു ഫ്രീ സൈസിന് നമ്മൾ സാധാരണ XL എടുക്കുക. എന്നിട്ട് അത് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ 9 ഈ കൈൻ്റെ ഭാഗത്തേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് വെട്ടാനും എടുക്കുക, അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ.
ഇത്രയേ ഉള്ളൂ. കഴുത്തിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, 2.5 എടുക്കുക. ഷോൾഡർ ഒരു 5.5 എടുക്കുക. കക്ഷത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഇറക്കം ഒരു 9 എടുക്കുക. നമുക്ക് 8 വേണ്ടത്, പക്ഷേ 1 ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കുഴിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അങ്ങനെ ആവുമ്പം നമ്മുടെ കഴുത്ത് ബാക്കിലോട്ടും മുന്നിലോട്ടും പോകുന്നത് ഒഴിവായി കിട്ടും. അപ്പോൾ അതാ ഇനി ഞാൻ കഴുത്ത് കട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇത് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ സ്ലോ ആക്കിയതാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2.5 അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത 5.5 5 നമുക്ക് ഷോൾഡർ വേണ്ടത്. 1.5 ഞാൻ കക്ഷത്തിൻ്റെ ഭാഗം കുഴിച്ചിട്ടുണ്ട്. 9 ഇഞ്ചാണ് കക്ഷത്തിൻ്റെ അടിഭാഗത്തേക്ക്. വീണ്ടും പറയുന്നത് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഭാഗം മനസ്സിലായിട്ടില്ല എന്ന് പറയരുത്. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള 2ാമത്തെ വീഡിയോ ആണ്. ഇത് നിങ്ങൾ അറിയാത്തവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ അറിയണവർക്ക് എല്ലാവരും സബ്സ്ക്രൈബർ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ അവർ വീണ്ടും പറയുന്നതാണ്. ഞാനിത് വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് മനസ്സിലാവും. ഇതാ ഷോൾഡർ കണ്ടില്ല, 1 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് വെട്ടുക. അങ്ങനെ ആകുമ്പോൾ എന്താവും, നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് ഒഴിവായി കിട്ടും. ഇതാ നോക്കത് വെട്ടിയത് കോണാകൃതിയിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയത്. കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ കോണായിട്ട് വെട്ടണം. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒഴിവായി കിട്ടും. ഇങ്ങനെ ഈ എക്സലിന് വെട്ടണോലും ഈ ഒരു അളവ്, എക്സലിൻ്റെ അളവ് എന്താണെന്ന് ചോദിക്കണോലും ഈ ഒരു അളവ് ഫോളോ ചെയ്യുക. എന്നിട്ട് നമുക്ക് അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇനി ഇങ്ങോട്ട് താഴേക്ക് ഞാൻ അങ്ങനെ വരച്ചിട്ടൊന്നുമില്ല, അത് നമ്മൾ ഏകദേശം മനസ്സിലാവുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് പോവാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഷേപ്പിൻ്റെ ഭാഗത്ത് കുത്തിക്കൂടി നിൽക്കുന്നത് നമ്മൾ ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്തിട്ട് വെട്ടുന്നുണ്ടാവും. ഈ ഭാഗത്ത് ഒരുപാട് ഓവറാക്കിയിട്ട് വീതി ഇനിയിപ്പോൾ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീതി ഓവറാക്കിയിട്ട് എന്ത് ചെയ്യും, ചേച്ചിമാരൊക്കെ കൈക്ക് തുണി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ സൈഡ് ഭാഗം ഒരുപാട് അങ്ങ് ഇത് വെക്കും. എന്നിട്ട് ഒരുപാട് ഷേപ്പാക്കിയിട്ട് ഉൾഭാഗത്തേക്ക് ഷേപ്പാക്കിയിട്ട് അടിക്കുമ്പോൾ എന്താവും, കുത്തിച്ചുളിഞ്ഞ് നിൽക്കും. ഒന്നത്. 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ കക്ഷത്തിൻ്റെ ഭാഗം, മുകളിലല്ല കക്ഷത്തിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മുടെ കൈ പിരിയാതിരിക്കാനുള്ള ഒരു കാര്യമാണിത്. ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും വേറെ ആക്കി മാറ്റി വെച്ച്, ബാക്ക് പീസ് ഞാൻ മാറ്റി വെച്ച്, ഇത് ഫ്രണ്ട് പീസാണ്. കൈ ഇങ്ങനെ തിരിയാതിരിക്കാനും അതുപോലെ ഷേപ്പിൽ നിൽക്കാനൊക്കെ, ഇങ്ങനെ ഷേപ്പിൻ്റെ ഭാഗം കുത്തിച്ചുളിയാനൊക്കെ നിൽക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരിത്തിരി കൂടി ബാക്ക് പീസിനേക്കാളും കുഴിച്ചിട്ട് ഒരിത്തിരി, ഒരുപാട് വേണ്ട, ഒരിത്തിരി ഇങ്ങനെ കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഈ ബിസിനസ് നന്നാവണമെങ്കിൽ, അതിലൊരു പെർഫെക്ഷൻ വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത്തിരി കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊരു ഷേപ്പിലായിട്ട് അവിടെ നിൽക്കും. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി എക്സ്ട്രാ എടുത്താൽ മതി. അതുപോലെ നമ്മൾ കൂട്ടി അടിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ കക്ഷത്തിൻ്റെ ഭാഗം കൈ ചേർത്തതിന് ശേഷം ആ കക്ഷത്തിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, 2 ഭാഗം ഒപ്പം വെച്ചിട്ട് അടിക്കുക. കൈക്കുയിൻക്ക് വരുന്ന ആ ഒരു വെട്ടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച ആ ഒരു സ്ഥലം ഒരുമിച്ച് ഒപ്പം വരണം. ഈ 2 ഭാഗം ഒപ്പം ഇങ്ങനെ വരണം. അങ്ങനെ ആകുമ്പോൾ ആ കുത്തിച്ചുളിയലും ഉണ്ടാവില്ല, പിന്നെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കലും ഉണ്ടാവില്ല. അതുപോലെ ഇനി ആ അടിഭാഗം എത്ര ഒപ്പം വെച്ച് അടിച്ച് നോക്കിയാലും കയറി ഇറങ്ങി നിൽക്കുക. ഫ്രണ്ട് ഭാഗം കയറിയിട്ടും ബാക്ക് ഭാഗം ഇറങ്ങിയിട്ടും നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു സൊല്യൂഷനാണിത്. അടിഭാഗം കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫ്രോക്കിന് കട്ട് ചെയ്യുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. കൂട്ടി യോജിപ്പിച്ച് അടിക്കുമ്പോൾ അടിയിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ ഈ പ്രോബ്ലംസിനെല്ലാം സൊല്യൂഷനായി. ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.